പ്രൈസ് ഗോഡ്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളർവിടും. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മളെ ജീവിതത്തിലെല്ലാം തകർന്നെന്ന് തോന്നിയാലും, ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നിയാലും, ഇനി മുൻപോട്ട് പോകാൻ നമുക്ക് ഒരു സാഹചര്യമില്ലെന്ന് തോന്നിയാലും, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട്, ബൈബിളിൽ വെള്ളത്തെ പരിശുദ്ധാത്മാവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട്, ആ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ആ ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവസാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിശാച്, ലോകത്തിലെ മനുഷ്യരോ ആരൊക്കെയാണെങ്കിലും നമ്മെ തകർക്കാൻ നോക്കിയാലും, നമ്മെ ഒറ്റപ്പെടുത്തുവാൻ നോക്കിയാലും, നമ്മെ എത്രയൊക്കെ വെട്ടിയാലും വീണ്ടും പൊട്ടിക്കിളിർക്കുന്ന ഒരു ദൈവിക അഭിഷേകം, ആ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മൾ വീണ്ടും പൊട്ടിക്കിളിർക്കാൻ ഇടയായിത്തീരും. യോസേഫിനെ നോക്കുമ്പോൾ സഹോദരന്മാർ തള്ളപ്പെട്ട് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടിട്ടും, അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ടിട്ടും, പോത്തിഫറിന്റെ ഭവനത്തിൽ അപമാനിക്കപ്പെട്ടിട്ടും, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടും, ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ഫേവർ അവനോടുകൂടെ ഉള്ളതുകൊണ്ട് മിസ്രയീമിലെ അധിപതിയാക്കി ദൈവം അവനെ മാറ്റേണ്ടയിടയായിത്തീരുന്നു. അതുപോലെ തന്നെ കാട്ടിൽ ആടുകളോടൊപ്പം കിടന്ന ദാവീദിനെ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒറ്റപ്പെട്ട് കാട്ടിൽ കിടന്ന ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആ ഒരു ഫേവർ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, സാഹചര്യമില്ലെന്ന് നമുക്ക് തോന്നിയാലും, ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമ്മെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവം നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവവിവചനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.